ഹലോ ഗൈസ്, എല്ലാവർക്കും സമൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പേപ്പാറ ഡാം കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് വരുമ്പോഴത്തേക്കും തൊളിക്കോട് എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ് നമ്മൾ ഡീവിയേഷൻ എടുത്ത് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത്. അന്ന് കുറച്ച് ദൂരം സഞ്ചരിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു കുട്ടപ്പാറ എന്ന് പറയുന്ന ഒരു ചെക്ക് പോസ്റ്റിലെത്തും. ഇപ്പോൾ നിങ്ങൾ പൊന്മുടി പോയിട്ടൊക്കെ വരികയാണെങ്കിൽ പൊന്മുടിയിൽ നിന്ന് വിദൂരയിൽ നിന്ന് നമുക്ക് ഈ റോഡിലോട്ട് കയറാൻ പറ്റും. സെയിം ഈ കുട്ടപ്പാറ ചെക്ക് പോസ്റ്റിൽ നമുക്ക് വന്ന് ചേരാൻ പറ്റും. ഇതൊക്കെ ഗൂഗിൾ മാപ്പിൽ കറക്റ്റായിട്ട് കാണിക്കും കേട്ടോ. പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറിക്കകത്താണുള്ളത്. അമ്മ ഈ ഒരു സാങ്ച്വറിക്കകത്തുള്ള കാട്ടുപോത്തിൻ്റെ ഒരു ആക്രമണത്തിൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് താമസിക്കുന്ന ഒരു അങ്കിളില്ലേ, പുള്ളിയെ ആക്രമിച്ചിട്ട് പുള്ളിയുടെ സ്പൈനൊക്കെ നല്ലൊരു ഇഞ്ചുറിയൊക്കെ പറ്റി. അപ്പം അതാണ് ഫോറസ്റ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ പുള്ളി ഒരു സീരിയസ് ഇഞ്ചുറി ഒക്കെ ചെയ്ത് ഇനി ഇവിടെ വരുമ്പോഴത്തേക്കും പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് അതാണ് ഓർമ്മ വരുന്നത്. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നടന്ന കാര്യമാണ്, പത്രത്തിലൊക്കെ വാർത്തയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പേപ്പാറ ഡാം കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് പോവാം. ഡ്രോപ്പാണെന്ന് തോന്നുന്നത് ആകാശത്തിലേക്ക്. വളരെ പണ്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്, ഓർമ്മയുണ്ടോ? ഒരുപാട് നാളായി. അന്ന് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു കേട്ടോ. ഇപ്പൊ എനിക്കൊന്ന് ഈ രണ്ട് സൈഡും ഇവര് വെട്ടിത്തള്ളിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ അവിടെയാണ് പ്രത്യേക ഭംഗി കേട്ടോ. സത്യത്തിലേ നല്ല ഭംഗിയുണ്ട്. ചുറ്റും മലകളാണ് കണ്ടാ, ഫുൾ മലകളും ആ മലകളുടെ നടുക്കൂടെയുള്ള ഈ റോഡുമാണ് കേട്ടോ. നല്ല രസമുണ്ട്. ഇത് വെട്ടിത്തളിച്ചതിന് ശേഷമാണ് ഇവര് പുതിയ മരങ്ങൾ നടാൻ വേണ്ടിയിട്ട് വെട്ടിത്തളിച്ചായിരിക്കും അല്ലേ. അപ്പൊ അതിനുശേഷം നല്ലൊരു രസമുണ്ട് കാണാൻ വേണ്ടി. എന്ത് സംഭവം? മരം വെട്ടി കിടക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന്. ഇത് നല്ല രീതിയിൽ മരം ഫുള്ള് വെട്ടിയെടുക്കുന്നുണ്ട്. അതാണെന്നുകൊണ്ട് ഈ തെളിച്ചമൊക്കെ കുടിലിട്ട് താമസിക്കുന്നില്ലേ ഇവരിങ്ങനെ. ഈ ഫോറസ്റ്റിന് വേണ്ടിയിട്ട് വർക്ക് എടുക്കുമല്ലോ. ഫോറസ്റ്റ് കൂടുതലും വർക്ക് കൊടുക്കുന്നത് ഇവിടെയുള്ള ട്രൈബ്സിന് തന്നെയാണ്, മനസ്സിലായോ? അപ്പോൾ ഈ മരം മുറിക്കാനുള്ള ഇതും അപ്പോൾ ഈ മരം മുറിക്കാനും ഒക്കെ ഇവർക്ക് തന്നെയായിരിക്കും വർക്ക് കൊടുത്തിരിക്കുന്നത്. അതാണ് നമുക്കിവിടെ മറ്റേ കുടിലേറ്റി അവർ താമസിക്കുന്നത്. പിന്നെ ഒരുപാട് മരം മുറിച്ചിട്ടിട്ടുണ്ട് ഫുള്ള്. പൊടിയക്കാല പേപ്പാറ. പൊടിയക്കാല എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തോട്ടുള്ള ഒരു സെറ്റിൽമെൻ്റ് ആണ്. ഇവിടെ പല സെറ്റിൽമെൻ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്തോട്ട് നമുക്ക് പോകാൻ പറ്റുന്ന ഒരു സെറ്റിൽമെൻ്റ് ആണ് ഈ പൊടിയക്കാല എന്ന് പറയുന്നത്. പോകാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ബസ് റൂട്ടും കൂടെ ആണെന്നാണ് പറയണത്. വളരെ ചെറിയ റോഡാണ്, നാരോ റോഡുമാണ്. കാട്ടുപോത്ത് കയറി മണ്ടയിരിക്കുന്നു. ഇതാണ് മെയിൻ ചെക്ക് പോസ്റ്റ്. അത് എൻട്രി. ഇതാണ് എൻട്രി ഫീസിന്റെ എൻട്രി. ഇത് KWD. ഇവിടെ പൈസ ഇല്ല കേട്ടോ, ഫ്രീ ആണ്. എൻട്രി ഫ്രീ ആണ്. കുരങ്ങന്മാർ നമ്മുടെ രണ്ടാമത്തെ വൈൽഡ് ലൈഫ്. ആദ്യം കണ്ട മയിലിന് ശേഷം, മയിലിനെ ഇവർ കണ്ടില്ലെന്ന് തോന്നുന്നല്ലേ. നമ്മൾ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്ന മയിലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഞാൻ കാണിക്കാം ഇതിൽ ഓവർലേ ആയിട്ട്. ഈ സ്ഥലം KWD ആണ്, കേരള വാട്ടർ അതോറിറ്റിയുടെയാണ്. അപ്പോൾ അതിൻ്റെ അവരുടെ സ്റ്റാഫൊക്കെ താമസിക്കുന്ന സ്ഥലമാണ്, ഫോറസ്റ്റിൻ്റെ അല്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത്. മറ്റേ തേച്ച് മിനിക്കുകയല്ലേ ഇരിക്കുന്നത്. ഇത് ഫുൾ ഇങ്ങനെ കല്ലടിക്കി വെച്ചോല്ലേ. അല്ല, എത്രയും പഴയതായിരിക്കും. ഇതിനെ ഫോറസ്റ്റിൻ്റെ ജെണ്ട എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മേളിൽ മാർക്കിങ്സ് കാണും. നെക്സ്റ്റ് ജെണ്ട എങ്ങോട്ടാണ് ഇത്. അതെ, അതുമല്ല ഈ ഫോറസ്റ്റിൻ്റെ അതിർത്തി എത്ര ദൂരത്തേക്കാണ്, എങ്ങോട്ടാണ് എന്ന് ഡയറക്ഷനും ഒക്കെ കാണും ജെണ്ട. ഇതുവഴി നടക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. ഒരു നല്ല മഴയും കൂടെ പെയ്തിരുന്നെങ്കിലേ അടിപൊളിയായിരിക്കും. നമ്മളീ പോകുന്ന ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ നമുക്ക് ഡാമിൻ്റെ ക്യാച്ച്മെൻറ്റ് ഏരിയ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഫുൾ വെള്ളം, നല്ല വെള്ളം കാണും. കാരണം ഇപ്പോൾ നല്ല മഴ പെയ്തില്ലേ. ഒരു മിനിറ്റ് ഇങ്ങനെ ശബ്ദം മിണ്ടാന്ന് കേട്ടോ, ചീവിടിയുള്ള ശബ്ദം. അടിപൊളിയല്ലേ. കുറേ നാളായി ഈ കാടിൻ്റെ ശബ്ദം കണ്ടിട്ട്. പിന്നെ ഇതിന് ചുറ്റും മലകളാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അവിടെ കാണാൻ പറ്റും, കണ്ടില്ലേ മല. അതുപോലെ ചുറ്റും മലകളാണ്. കണ്ട് എനിക്കറിയില്ല, പോയി നോക്കിയല്ലേ. ഡാമിലോട്ട് പോകാം. ഡാമിൻ്റെ ആ കാശ്മീർ ഏരിയയിലോട്ട് പോകണ വഴിയാണെന്ന് തോന്നുന്നു. നല്ല ചിറകി കിടപ്പുണ്ട്. അവിടെയും ജെണ്ടയുണ്ട്, പഴയ ഒരു ജെണ്ട ഫോറസ്റ്റിൻ്റെ. വാട്ടർ അതോറിറ്റിയുടെ ഇൻസ്പെക്ഷൻ ബംഗ്ലാവ് കേട്ടോ. കൊള്ളാമല്ലേ. CCTV ഒക്കെ ഉണ്ടെന്ന് എഴുതി വെച്ചിരിക്കുകയാണ്. പക്ഷേ CCTV വേണ്ട, ഒടിഞ്ഞു തൂങ്ങി കിടപ്പുണ്ട്. CCTV എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ CCTV ഒടിഞ്ഞു കിടക്കുന്നു. ഡാമെത്തി. ഇത്ര നടന്നാൽ മതി.
ഇത് കൊള്ളാം, പ്ലാസ്റ്റിക് മാലിന്യം മാത്രം വലിച്ചെറിയരുത്. ഇതൊക്കെ ഇടുക. പ്ലാസ്റ്റിക് മാലിന്യം മാത്രം വലിച്ചെറിയാതെ ഇറങ്ങി പോകാൻ പറ്റുമോ? ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറ്റും, പക്ഷേ അങ്ങോട്ട് അവിടെ ക്ലോസ്ഡ് ആണ്. സാധാരണ അങ്ങോട്ട് നടക്കാൻ പറ്റുമായിരുന്നു. അതെ, ആരോ അതിൻ്റെ അകത്തോട്ട് വീണതിന് ശേഷം എന്താ അവിടെ ആള് വീണിട്ട് മരണപ്പെട്ടു പോയി, മനസ്സിലായോ? അതിനുശേഷം അങ്ങോട്ട് ആളെ കിടത്തി വിടത്തില്ല. ഇവിടെ നിന്ന് കാണാനേ പറ്റുള്ളൂ. ആ, നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് പോയല്ലോ, തമിഴ്നാട്ടിൽ അടവിനെ. ഇത് അറ്റ്ലീസ്റ്റ് വെള്ളത്തിൽ വീണ് മരിക്കുകയാണെന്ന് പറയാം, മറ്റേത് പ്ലെയിൻ തറയിലാണ് വീണ് മരിക്കുക. ഇറങ്ങാം കേട്ടോ, കുറച്ച് സൂക്ഷിച്ച് ഇറങ്ങണം. ഇവിടെ വണ്ടി പോകുന്ന റോഡുണ്ട്, അത് താഴോട്ട് ചെന്ന് ഇത് ഇവിടെ തന്നെ വന്ന് ചേരും കേട്ടോ, ഈ വഴി തന്നെ. പക്ഷെ നമ്മളിപ്പോൾ നടന്നല്ലേ പോകുന്നത്. ഇറങ്ങാം, സ്റ്റെപ്പ് ഇറങ്ങിപ്പോ. ഇത് കൈവരിയൊന്നും ഇല്ല കേട്ടോ, ശ്രദ്ധിച്ചിറങ്ങി പോകുക. പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ പ്രശ്നമുണ്ട്. പിന്നെ അത്ര ഇതൊന്നുമല്ല, വൃത്തിക്ക് നമുക്ക് നടന്നിറങ്ങാൻ പറ്റുന്ന സ്ഥലമൊന്നുമല്ല കേട്ടോ. പക്ഷേ ഇത് ഫ്രീ ആയതുകൊണ്ട് കുഴപ്പമില്ല. എന്ന് പറഞ്ഞാൽ ഫുൾ പുല്ലും ചെളിയും ഒക്കെയാണ്, നടന്ന് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ വേറൊരു കാര്യം, ദാനം ഇത് ഫ്രീ ആയിട്ടാണ് ഇവിടോട്ടുള്ള എൻട്രി. ദാനം കിട്ടിയ പശുവിൻ്റെ പല്ലാണ്. ഇനി ഈ സ്റ്റെപ്പ് തിരിച്ച് കയറണം, അതാണ് ഇനി അടുത്ത ടാസ്ക്. ഇനി ഈ സ്റ്റെപ്പ് തിരിച്ച് അതുപോലെ കയറണം. വണ്ടി റോഡ് ഇതുവരെ ഉണ്ട് കേട്ടോ, ഇവിടം വരെ. പിന്നെ അവിടെ ഒരു ചെറിയ വാഷ്റൂം ഉണ്ട്, ഇവിടെ ഒരു ഗാർഡുണ്ട് കേട്ടോ. പിന്നെ ഇത് നോ എൻട്രി എന്ന് വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഓ, ഇത് സെക്യൂരിറ്റി റൂമാണ് കേട്ടോ. ഇതൊക്കെ ഉണ്ട്, ലൈഫ് ജാക്കറ്റൊക്കെ ഇരിക്കുന്നുണ്ട്, നല്ല രസമുണ്ട്. 2.5 വർഷമായി ഇത് അടച്ചിട്ട്. 2.5 വർഷം. എന്ത്? ഓ ശരിയാണ്, നമ്മളിത് തുറന്ന സമയത്ത് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. 2.5 വർഷം, നമ്മളൊരു 4-5 വർഷത്തിന് മുന്നേ ഇവിടെ വന്നിട്ടുള്ളൂ. അന്നും ടിക്കറ്റ് ഒന്നും ഇല്ലായിരുന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇതുവഴിയൊക്കെ നടക്കാൻ പറ്റുമായിരുന്നേ. പക്ഷേ ഇവിടെ ഫുൾ ക്ലോസ്ഡ് ആണ് ഇപ്പോൾ. നല്ല രസമുണ്ട് കേട്ടോ, മേളിൽ നിന്നൊക്കെ കാണും. ഇവിടുത്തെ ഞാനിപ്പോൾ സെക്യൂരിറ്റി എടുത്ത് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ടൂറിസ്റ്റുകളുടെ പ്രശ്നം കൊണ്ടിട്ടാണെന്നാണ് പുള്ളി പറഞ്ഞത്. ഡിപ്പാർട്ട്മെൻറ്റിന് ബുദ്ധിമുട്ടാവുന്നു എന്ന് പറഞ്ഞു. ഞാൻ കേട്ടിട്ടുള്ള കഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ വീണ് മരിച്ച് അതിനുശേഷം ഇത് ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നാണ്. നമ്മുടെ പേപ്പാറ ഡാം 1983 നിർമ്മിച്ചത്. ഇതൊരു മേസണറി ഗ്രാവിറ്റി ഡാമാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ നല്ല അടിയിൽ നല്ല വീതിയും ട്രയാങ്കുലർ ഷേപ്പിൽ ഇങ്ങനെ മേളിലോട്ട് വരുന്ന ഒരു ഡാമാണിത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇത് ഷട്ടർ, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഷട്ടർ കാണാൻ പറ്റും. അതുപോലെ തന്നെ ആ മാർക്കറൊക്കെ കാണാൻ പറ്റും. വേണ്ട, വെള്ളം കയറുന്നതിൻ്റെ മാർക്കർ ഉണ്ടോ? ഇപ്പം അത്യാവശ്യം അത്ര ഹൈറ്റിലല്ല, അതിൻ്റെ ആ ബ്രൗൺ കളർ കാണുന്നുണ്ട് ഒരു ലൈന് മേളിൽ. ആ ലൈനിൻ്റെ അത്രയും വെള്ളം വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ ഇടയ്ക്ക് താന്ന് പോയതാണ് അത്രയും. അത്യാവശ്യം നല്ല വെള്ളമുണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. പിന്നെ അതുപോലെ തന്നെ അതോ പ്ലാസ്റ്റിക് കുപ്പി കമ്പ് എല്ലാം ഇവിടെ തന്നെ വന്ന് കിടപ്പുണ്ട്. നമ്മൾ നേരത്തെ കണ്ടില്ല നമ്മളൊരു താഴോട്ട് ഇറങ്ങിപ്പോകുന്നൊരു വഴി. ആ ഇറങ്ങിപ്പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ഫോറസ്റ്റിൻ്റെ മറ്റേ ക്യാമ്പ് നടക്കുന്ന സമയത്ത് അവർക്ക് ഉപയോഗിക്കാനുള്ളതൊക്കെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ ട്രെക്കിങ്ങും സ്ഥിരമായിട്ട് ഒരു കറക്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നില്ല കേട്ടോ ഇവരുടെ അടുത്ത് നിന്ന്. ഇവർ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാരണം നമ്മുടെ നാട്ടിലെ ഇതറിയാമല്ലോ, ഫോറസ്റ്റ് വേറെയാണ്, വാട്ടർ അതോറിറ്റി വേറെയാണ്. അപ്പോൾ കറക്റ്റ് ഇൻഫർമേഷൻ നമുക്ക് രണ്ടിടത്തുനിന്നും കിട്ടില്ല. അവർ പറയണതെന്ന് പറഞ്ഞാൽ ക്യാമ്പൊക്കെ നടക്കുമ്പോൾ മാത്രമാണ് ആ ട്രെക്കിംഗ് ഓപ്പൺ ആവുക. ഇവിടെ പിന്നെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇരിക്കാനൊന്നും വലിയ സംഭവമൊന്നുമില്ല. ഇതുപോലെ ഈ കുറ്റികൾ മാത്രമേ ഉള്ളൂ, കുറ്റികളിൽ വന്നിരിക്കാൻ. പിന്നെ വേറൊരു കാര്യമുണ്ടല്ലോ, ഈ മരമൊക്കെ ഇങ്ങനെ നിൽക്കണോണ്ടേ അങ്ങോട്ട് വിടത്തുമില്ല, അപ്പം നല്ലൊരു വ്യൂ കിട്ടൂല. സത്യം പറഞ്ഞാൽ എൻ്റെ അകത്ത് കയറിയിട്ടേ പണ്ട് കണ്ടുകൊണ്ടിരുന്ന ആ വ്യൂ ഉണ്ടല്ലോ, മാരക വ്യൂ ആയിരുന്നു. ഇവിടെ നമ്മൾ നിന്നിട്ട് ഇങ്ങോട്ട് സൂപ്പർ വ്യൂ കിട്ടും അല്ലേ. അതാണ്, ചുറ്റും കാടാണ്. അവിടെ നിന്ന് കാണുന്ന ആ വ്യൂ ആണമ്മൂ ഒരു രക്ഷയില്ല. നമ്മൾ ആ സൈഡ് കാണുന്ന നമ്മുടെ പൊന്മുടിയൊക്കെയാണ് ആ ഭാഗത്ത്. അങ്ങോട്ട് വന്നത് നല്ല പീസ്ഫുൾ സ്ഥലമാണ് കേട്ടോ. നല്ല പക്ഷികളുടെയും മൃഗങ്ങളുടെയൊക്കെ സൗണ്ടൊക്കെ കേട്ട് ഇങ്ങനെ നിൽക്കാം, അടിപൊളി. അപ്പോൾ ഈ സ്റ്റെപ്പ് കയറാൻ മടിച്ച് നമ്മളിപ്പോൾ എന്ത് ചെയ്യാൻ പോവാണ്, നടക്കാൻ പോവാണ്. അതെ, പോകാൻ 2 റീസൺ. ഒന്ന് സ്റ്റെപ്പ് കയറാൻ മടി, രണ്ടാമത് ഈ വഴി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമല്ലോ. അതെ. പിന്നെ വേറൊരു കാര്യം, ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ട്രിവാൻഡ്രം സിറ്റിയിലും സബർബ്സിലും ഒക്കെ വെള്ളം മെയിൻ സോഴ്സ് ഓഫ് വാട്ടർ ഇവിടെ നിന്നാണ്, ഈ ഡാമിൽ നിന്നാണ്. ഇത് കരമന ആറിന് കുറുകെയാണ്
കെട്ടിയിരിക്കുന്നത്. കരമന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ അടുത്താണ്. ഈ 30-30 കിലോമീറ്റർ കഴിഞ്ഞിട്ടുള്ള ഇവിടെയാണ് ഡാം സ്ഥിതി ചെയ്യുന്നത്. താങ്ക് യു, വിസിറ്റ് അഗൈൻ വരാം എത്തി ഗൈസ്. അടിപൊളിയായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതെ, അടിപൊളിയായിരുന്നു. ഇതുണ്ടോ, ഇതാണ് മറ്റേ ട്രക്കിങ്ങിന് ക്യാമ്പിലൊക്കെ പോകുന്ന അവിടെ. ഇവിടെ തന്നെ മറ്റേ വനശ്രീ ഉണ്ട് കേട്ടോ, കാട്ടിലുള്ള സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്ന. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ പേപ്പാറ ഡാമൊക്കെ കണ്ട് നമ്മളിത് പുറത്തോട്ട് ഇറങ്ങി. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ വന്ന ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്തിട്ടാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു 5 മണി വരെ അവിടെ ഓപ്പൺ ആയിരിക്കത്തുള്ളൂ എന്ന് തോന്നുന്നു സന്ദർശകർക്ക് വേണ്ടിയിട്ട്. ഇപ്പോൾ 5:15 ആകുമ്പോൾ നോക്ക്, അടിപൊളി വ്യൂ അല്ലേ. ഇതെന്തെന്ന് ഇത് എഴുതി വെച്ചിരിക്കുന്ന 2009 പൾപ്പ് വുഡ് പ്ലാന്റേഷൻ. ഓ, അങ്ങനെ. നമ്മൾ ഈ വരുന്ന വഴിയിൽ ഒരുപാട് മരമൊക്കെ മുറിക്കുന്നുണ്ട്. ഇത് പൾപ്പ് വുഡ് പ്ലാന്റേഷനാണ്. എനിക്ക് തോന്നുന്നു നമ്മൾ പേപ്പറൊക്കെ ഉണ്ടാക്കുന്നതായിരിക്കും. ആ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ആ ലിമിറ്റ് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങിയിട്ടും ഇവിടെയും ഏകദേശം കാട് പോലെയൊക്കെ തന്നെയാണ് കേട്ടോ ഈ റോഡൊക്കെ. കാരണം ഫുള്ള് ഇങ്ങനെ എന്തോ പ്ലാന്റേഷൻസ് ആണ് ചെയ്തു വെച്ചിരിക്കുന്നത്. അത് കാട് കയറി കിടക്കുകയാണ്, അതാണ്. അപ്പോൾ ഇങ്ങോട്ടൊക്കെ മൃഗങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. നമ്മൾ വന്ന വഴി തൊളിക്കോടായിരുന്നു. ഇപ്പം നമ്മൾ പോകുന്നത് വിതിരയിലോട്ടാണ്. അപ്പോൾ നമ്മൾ പൊന്മുടിയിൽ നിന്ന് വരുന്നത് ഈ വഴിയായിരിക്കും. നല്ലൊരു പൊന്മുടിയൊക്കെ കണ്ടിട്ട് നിങ്ങൾ വൈകുന്നേരം ഈ ഡാമും കൂടെ കാണുന്നുണ്ടെങ്കിൽ ഈ വിതുരയിൽ നിന്നിട്ട് ഈ റോഡിലോട്ട് കയറിയാൽ മതി. ഓക്കെ, പോണ്ട. കാട്ടിലെ കട നിന്നിട്ട് കാട്ടിലെ കടാന്ന് ഇപ്പോൾ ഒന്നും ഇല്ല കഴിക്കാനായിട്ട്. ഉച്ചയ്ക്ക് ഊണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞാൽ മറ്റേ കൂവ ഇലയിൽ ചോറൊക്കെ കൊടുക്കുന്ന സ്ഥലം ഇതാണെന്നാണ് തോന്നുന്നത്. കുറച്ച് ഫേമസ് ആണ്, നമ്മുടെ ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മൾ ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്. അതാണെന്ന് തോന്നുന്നത്. അപ്പോൾ അവിടെ ഊണ് മാത്രമേ ഉള്ളൂ. നമുക്കിനി വേറെ ഫുഡ് ഹണ്ടിങ് ആണ് ഇപ്പോൾ നടക്കുന്നത്. നമുക്ക് അടുത്ത ഫുഡ് ഇറക്കി പോകാം ഗൈസ്. അപ്പോൾ അത്രയായിരുന്നു നമ്മുടെ പേപ്പാറ ഡാമിൻ്റെ വിശേഷങ്ങൾ. ഈ വീഡിയോ വളരെ ചെറിയ വീഡിയോ ആയിപ്പോയി. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്തത് അതിൻ്റെ അകത്ത് നടന്നു പോകാൻ പറ്റും, പഴയതുപോലെയാണെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മൾ പണ്ട് പോയപ്പോൾ അങ്ങനെയായിരുന്നു ഓർമ്മ, അതനുസരിച്ചിട്ടാണ് പോയത്. പക്ഷേ ഇത്തവണ നമ്മൾ പോയപ്പോൾ അത് ഫുള്ള് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അതിനി അവർ എപ്പോൾ തുറക്കുമെന്നൊന്നും പറഞ്ഞിട്ടില്ല. തുറക്കത്തില്ല, 2.5 വർഷമായിട്ട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി തുറക്കുമെന്നും തോന്നുന്നില്ല. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ പിന്നെ നല്ല കാട്ടിലെ കട എന്ന് പറഞ്ഞാൽ കടയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. ആ കടയും അടച്ചു. അപ്പോൾ അതുകൊണ്ട് ഇറ്റ്സ് എ ഡിസപ്പോയിൻറ്റിങ് ഡേ ആക്ച്വലി ഫോർ മീ. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് പറഞ്ഞവരേക്ക് വിറ്റ്സ് മീ ആൽസം ഫേസ്. ബൈ ബൈ.